ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഷർട്ട് കോളർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ക്യാൻവാസ് ഉപയോഗിച്ചും ക്യാൻവാസ് ഇല്ലാതെയും എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഷർട്ട് കോളർ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ജസ്റ്റ് നെക്ക് മാത്രം, കോളർ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണിത്. അതിനുവേണ്ടി ഞാൻ 4 ഫോൾഡാക്കി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോണത്. എൻ്റെ ഷോൾഡർ 6 ഇഞ്ചസാണെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടി നമ്മളൊരു 1 ഇഞ്ചും കൂടി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏത് കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നമ്മുടെ ഷോൾഡറിനെക്കാട്ടിലും 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് ആം ഹോളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് 6.5 ഇഞ്ച് ഞാനിത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്കൊരു L ഷേപ്പായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ചെസ്റ്റ് നിങ്ങളുടെ എത്രയാണോ ചെസ്റ്റ്, ആ ചെസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് പ്ലസ് 1.5 ഞാൻ തയ്യൽത്തുമ്പോൾ 1.5 ഇഞ്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾ എത്രയാണ് ഇടുന്നത് അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊന്ന് ആം റൗണ്ടൊന്ന് വരച്ചെടുക്കാം. 6.5 ആയതുകൊണ്ട് ഞാനത് ഹാഫ് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് കർവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് വേസ്റ്റിൻ്റെ അവിടെ ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നെക്ക് വിഡ്ത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ഇപ്പോൾ ഒരു മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ 3 ഇഞ്ചൊക്കെ മതിയാവും. ഇനിയിപ്പോൾ ഇച്ചിരി വണ്ണമുള്ള ആൾക്കാരൊക്കെയാണ് 3.5 ഇഞ്ചൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ നെക്ക് ലെങ്ത്ത് ഞാനൊരു 3.5 ഇഞ്ചാണ് കൊടുക്കാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇഞ്ചോ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നോർമലായിട്ട് ഞാൻ 3.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. ഇതുപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു ബോക്സ് പോലെ ഒന്നാക്കി വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് റൗണ്ട് വരച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കേർവ് ആക്കി ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതുപോലെ നല്ല റൗണ്ട് നെക്കായിട്ട് യു നെക്ക് അങ്ങനെയൊന്നും കൊടുക്കണ്ട. ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുത്താൽ മതി. നമ്മൾ ബാക്ക് നെക്ക് 1 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യണത്. 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ എല്ലാവർക്കും. ഇതുപോലെ 1 ഇഞ്ച് മാർക്ക്, ചിലർ 1/2 ഇഞ്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. നമുക്ക് തലയിൽ കൂടി നെക്ക് കയറണ്ടേ, അതുകൊണ്ട് ഞാൻ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ മാത്രം കേട്ടോ ഞാനൊരു 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. 3.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി 3.5 ഇഞ്ച് നെക്കിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 7 ഇഞ്ചസ് ആയിട്ടുണ്ട്. ഷോൾഡറും കൂടി ജോയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 6.5 ഇഞ്ചസ് ആവും കേട്ടോ. നിങ്ങൾക്ക് ഒരു 3.5-4 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു കട്ടിങ് ഇല്ലെങ്കിൽ തലയിൽ കൂടി കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്കിനി ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി ബാക്ക് പോർഷൻ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ അടുത്തത് നമ്മളിനി ഫ്രണ്ട് നെക്കും പിന്നെ ആ ഒരു കട്ടിങ് ഇട്ടില്ല, ആ ഒരു കട്ടിങ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്ത് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെങ്കിൽ 3.5 ഇഞ്ച് വരെയാണ് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് ഫുൾ കട്ട് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് 3.5 ഇഞ്ച് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നെക്സ്റ്റ് ഷോൾഡറാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഫസ്റ്റ്. അപ്പോൾ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സ്ലോപ്പ് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏത് കോളർ നെക്കാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചാൽ ഇതുപോലെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടി ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം കേട്ടോ. 4 ഫോൾഡാക്കി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് മടക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ അവിടെ നിന്നല്ല ഹാഫ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആം റൗണ്ട് മാർക്ക് ചെയ്തില്ല, അവിടെയാണ് ആം ഹോൾ മാർക്ക് ചെയ്തില്ല, അവിടെയാണ് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ സ്ലോപ്പ് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. പിന്നെ ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ ഫ്രണ്ട്, അവിടെയും ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഷോൾഡറും ആ ഒരു കട്ടിങ്ങും ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് തിരിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാത്താണ് നല്ല. നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണമായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ പുറമേ സ്റ്റിച്ച് നമുക്ക് കാണില്ല.
അതുകൊണ്ട് ഉള്ളിൽ കൂടി നമ്മൾ അടിച്ച് മറിച്ചിട്ട് ഹെം ചെയ്ത് കൊടുത്താലായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക കാണാനായിട്ട്. ഇച്ചിരി മെനക്ക് നിന്നോളും, നല്ല നീറ്റായിട്ട് നിന്നോളും കേട്ടോ. ഇനി നമുക്ക് കോളറിൻ്റെ ലെങ്ത്താണ് ഇനി മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ മടക്കി അടിച്ചില്ലേ, നമ്മൾ അത് കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് പിടിച്ച്, നമ്മൾ തുണിയൊന്നും വലിച്ചൊന്നും പിടിക്കരുത്, നോർമലായിട്ട് തന്നെ ഇതുപോലെ പിടിച്ച് ഇപ്പുറത്തെ അറ്റം വരെ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് കേട്ടോ. ഇതുപോലെ വലിച്ചൊന്നും പിടിക്കരുത് കേട്ടോ, കറക്റ്റ് നോർമലായിട്ട് തന്നെ കൈ പിടിക്കുക കേട്ടോ. ഇതുപോലെ പയ്യെ ഇങ്ങനെ ടേപ്പ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഈ എൻഡ് വരെ എത്രയാണോ കിട്ടുന്നത്, എനിക്കിവിടെ 18.4 മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അതാണ് കോളറിൻ്റെ ലെങ്ത്തായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ഞാൻ ക്യാൻവാസിൽ 18.4 ലെങ്ത്തും ഒരു 3 ഇഞ്ച് വിടുത്തുള്ള ഒരു ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഡബിളായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ 20 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ 20 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിടുത്തുള്ള ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. 3 ഇഞ്ചിന് നിങ്ങൾക്ക് 3.5 ഇഞ്ച് ആക്കാം, 4 ഇഞ്ച് ആക്കാം. ഞാനിപ്പോൾ നോർമലായിട്ടൊരു 3 ഇഞ്ചുള്ള ഷോർട്ട് കളറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. 3 ഇഞ്ച് വിടുത്തുള്ളത് നിങ്ങൾക്ക് 3.5 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ, 4 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. ഇതുപോലെ ഡബിളായിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓപ്പൺ സൈഡാണ്. ഈ ഓപ്പൺ സൈഡിൽ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിടുക താഴത്തേക്ക് കേട്ടോ. 1/2 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യണത്. ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കോർണറിൽ നിന്ന്. ഇനി ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് ഈ ഇപ്പുറത്തെ കോർണറില്ലേ, ആ കോർണറിൽ നിന്ന് താഴത്തേക്ക് 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യാം. മനസ്സിലായല്ലേ? ഈ കോർണറിൽ നിന്ന് 1/2 ഇഞ്ചും ആ കോർണറിൽ നിന്ന് 1 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ഇല്ല, അത് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്കിത് കേർവ് ആയിട്ട് എടുക്കണമെങ്കിൽ കേർവ് ആയിട്ടുള്ള ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്, സ്ട്രെയിറ്റ് ഞാൻ വരച്ചു കൊടുത്തേക്കുന്നത്. നമ്മുടെ ഷർട്ട് കോളറിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9.4 ഇവിടെ ഡബിൾ ഫോൾഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ 9.4 ഹാഫ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ആ ഹാഫ് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ ചരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പിൽ. നമുക്കൊന്ന് ഈ ക്യാൻവാസ് ഒന്ന് ക്ലോത്തിലൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിഫായിട്ടുള്ള പോർഷനാണ് കേട്ടോ അടിയിൽ ക്ലോത്ത് മേൽ വെക്കുന്നത്. ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 2 പീസ് വേണം, അതുകൊണ്ട് ഞാൻ ഡബിൾ ഫോൾഡാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് 4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടത്. 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മീതെ വരച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ ഇടുക കേട്ടോ. ഇത് ലെങ്ത്ത് കൂടിയ സൈഡാണ്, ഒരു ലെങ്ത്ത് കുറഞ്ഞ സൈഡും ഉണ്ട്. ആ ലെങ്ത്ത് കുറഞ്ഞ സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, ആ 3 കോർണറും തമ്മിൽ കേട്ടോ. ഇതുപോലെ ഇവിടെ നിന്ന് ആ ഒരു കോർണർ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാലിൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ അറ്റം തൊട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് ആ ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത ആ പോർഷൻ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് 4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ 4 ഇഞ്ച് മീതെ മാർക്ക് ചെയ്തിട്ടില്ല, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ 4 ഇഞ്ചിലാണ് കോളർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞാൻ 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 4 ഇഞ്ച് കയറ്റി. നിങ്ങൾ 1/2 ഇഞ്ചിലാണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യണമെങ്കിൽ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കിത് ഇതുപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ചേക്കുന്നത്. ഇതുപോലെ ഒന്ന് നോച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ കോർണറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. നമുക്കൊന്ന് സെൻറ്റർ ഒന്ന് ഇതിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ക്യാൻവാസിൽ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെ കോളർ കട്ട് ചെയ്തെടുക്കാമെന്ന് കാണിക്കാനാണ്. അതിനുവേണ്ടി ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഡബിൾ ഫോൾഡ് ആക്കിയിട്ട് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 പീസ് വേണമല്ലോ. ഡബിൾ ഫോൾഡായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 18.4 ഇഞ്ചാണ്.
നമ്മൾ 1/4 ഇഞ്ചിലാണ് തയ്യൽ തുമ്പൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ 1/4 ഇഞ്ച് ഇപ്പുറത്തെ സൈഡും വേണം, 1/4 ഇഞ്ച് അപ്പുറത്തെ സൈഡും വേണം. അതുകൊണ്ട് ഞാൻ 18 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണെങ്കിൽ 1 ഇഞ്ച് നിങ്ങൾ എക്സ്ട്രാ മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി നമ്മളുടെ ഷർട്ട് കോളറിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മേളിലും ഒരു 1/4 ഇഞ്ച് പോവും, താഴെ ഒരു 1/4 ഇഞ്ച് ഷോൾഡർ നെക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴും മറിച്ചെടുക്കാനും വേണ്ടി നമുക്കൊരു 1/4 ഇഞ്ചും കൂടി വേണ്ടി വരും. അപ്പോൾ 3.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ ടോട്ടൽ മാർക്ക് ചെയ്യണത് കേട്ടോ. നമ്മൾ സ്റ്റിഫിൽ ക്യാൻവാസിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്താൽ നമ്മൾ കറക്റ്റായിട്ടുള്ള വിഡ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്, വിഡ്ത്തും ലെങ്ത്തും. ഇതുപോലെ 3.5 ഇഞ്ചും 18.25 ഇഞ്ചും നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് 2 പീസാക്കി എടുക്കാം. അത് നമ്മൾ ക്യാൻവാസിൽ ഡബിളായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, അതുപോലെ ഒന്ന് ഇത് ഡബിളായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. നമ്മൾ ക്യാൻവാസിൽ നമുക്ക് ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ, 1 സൈഡേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 1 സൈഡ് നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് എടുത്തത്. ഇത് നമുക്ക് ക്യാൻവാസോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 4 ഫോൾഡാക്കി തന്നെ മടക്കി വെക്കാം കേട്ടോ. നമ്മൾ ക്യാൻവാസിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇതിനകത്ത് തന്നെ ഉപയോഗിക്കുക. 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക, 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇനി ആ ലെങ്ത്തിൻ്റെ 1/2 എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് സ്ലോപ്പ് വരച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഷോർട്ടായിട്ടുള്ള ഇത് സൈഡാണ് ഉള്ളത്, ആ സൈഡ് ചുറ്റിനും 3 കോർണറായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചെടുക്കുക കേട്ടോ. ആ സെയിം ക്യാൻവാസ് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഷോർട്ടായിട്ടുള്ള സൈഡ് കേട്ടോ, ഇതുപോലെ ഒന്ന് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ക്യാൻവാസിലും ഞാനിപ്പോൾ ഒരു ഇതാണ് സ്റ്റിച്ച് ചെയ്യണം ഞാൻ കാണിച്ചിട്ട്, രണ്ടും സെയിം മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ക്യാൻവാസിലുള്ളതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാണിക്കാൻ പോണത്. ഫസ്റ്റ് നമ്മൾ റോങ് സൈഡാണ് നമ്മളെ ഫേസ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്തിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കോളറിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ നോട്ട്സ് ഇട്ട് കൊടുത്തേക്കുന്നതും സെൻറ്ററും കോളറിലെ സെൻറ്ററും കൂടി കറക്റ്റായിട്ട് തന്നെ വരണം കേട്ടോ. നമ്മൾ ചീത്ത വശം നമ്മൾ ഫേസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ കോളറിൽ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച പോർഷനല്ല നമ്മൾ എടുക്കുന്നത്, ക്യാൻവാസ് ഒട്ടിക്കാത്ത പോർഷനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഇതുപോലെ അതിൻ്റെ ആ എഡ്ജില്ലേ, ആ എഡ്ജ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അടിച്ച് മറിച്ച് ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു അതും നമ്മൾ ഈ കോളറും കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കുക. നമ്മൾ 1/4 ഇഞ്ചിലാണ് തയ്യൽ തുമ്പ് ഇട്ടേക്കണം, അപ്പോൾ ഇത് 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെക്കുക. 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ആ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ആ അറ്റം വരെ ഒന്ന് 1/4 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ എൻഡ് വരുമ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ, ആ നമ്മൾ അടിച്ച് മറിച്ച് കൊടുത്തേക്കുന്ന ആ ഒരു എൻഡിൽ തന്നെ നമ്മൾ ഈ കോളറിൻ്റെ എൻഡും കറക്റ്റായിട്ട് തന്നെ വരണം കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ ഫ്രണ്ട് പോർഷനാണ് ഫേസ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. നല്ല വശമാണ് ഫേസ് ചെയ്ത് വെക്കേണ്ടത്. ഇത് നമുക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റിഫ് ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ 1/4 ഇഞ്ച് മടങ്ങി പോയിക്കോളും. ഇതുപോലെ കോർണർ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നേരത്തെ നമ്മൾ ബാക്ക് സൈഡ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്, ഇപ്പം നമ്മൾ ഫ്രണ്ട് നല്ല വശമാണ് ചേർന്ന് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റിഫ് ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ 1/4 ഇഞ്ച് മടങ്ങി പോയിക്കോളും. ഇതുപോലെ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എൻഡിലെത്തുമ്പോൾ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് കയറ്റി
കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് കയറ്റി കറക്റ്റായിട്ട് തന്നെ ആ കോർണർ കിട്ടണം കേട്ടോ. എൻഡിലെത്തുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വെക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ കളർ ത്രെഡ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് അവിടെ വീഴുമെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ സെയിം മെത്തേഡ് തന്നെ നമ്മളെ 1/4 ഇഞ്ച് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുത്തിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് ഉള്ളിലേക്കാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ക്യാൻവാസ് ഇട്ടാൽ ഇച്ചിരി നീറ്റായിട്ട് കിട്ടും. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു.